ചായക്കടയിൽ വെച്ച് ആദ്യം തല്ലിയത് കൃഷ്ണൻകുട്ടിയാ, മൊയ്തീനല്ല. അത് കണ്ട് അമീറൊന്നും ചൂടായി. അതിത്ര കാര്യമാക്കാനൊന്നുമില്ല. താനൊന്നും പറയണ്ട. ഭാര്യയും മക്കളെയും കണ്ടിട്ട് പണിക്കിറങ്ങിയാൽ മതിയെന്ന് വെല്ലുവിളിച്ചമാരുണ്ടല്ലോ ഈ കൂട്ടത്തില്. അവരോട് മുന്നോട്ട് വരാൻ പറ. എന്താണ് ശ്രദ്ധിക്കുക ഇങ്ങനെ കാണിക്കുന്നത്? ഇനി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ കമ്മിറ്റി വിളിച്ചു കൂടിയിരിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ ഇങ്ങനെ വെല്ലുവിളിച്ച ദൈവത്തെ ഓർത്ത് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത്. ഞങ്ങളുടെ മക്കൾ തമ്മിൽ ഒരു പ്രശ്നമില്ല. ഒന്നും അറിയാത്ത ആ മക്കളുടെ പേരും പറഞ്ഞു ഞങ്ങളെ തമ്മിൽ തിരിക്കരുത്. ആരെ പേടിച്ചിട്ടാണ് ഉമ്മാരെ കാല് പിടിക്കണേ? ഒരുത്തന്റെ മുമ്പിൽ മുട്ടുമടക്കി കൊടുത്തിട്ട് ഇവിടെ ആരും തന്നെ സുൽത്താനാകണ്ട. മടക്കേണ്ട അടുത്ത് മടക്കണം, അല്ലെങ്കിൽ ആ മുട്ടുകാലി ഞങ്ങൾ തല്ലി ഓടിക്കും. അല്ല പ്രഭു, ഞാൻ മാപ്പ് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമാണെങ്കിൽ നീ പോടാ. ഇത് നിന്റെ മാത്രം പ്രശ്നമല്ല, മതത്തിന്റെ പ്രശ്ന. അടിച്ചൊതുക്കണ്ടതിനെ അടിച്ചു തന്നെ ഒതുക്കണം. നിനക്ക് വേണ്ടി ഞാൻ അടികൊണ്ട് അടിക്കണ അവനെ. മുഴുവൻ ചതിക്കരുത്, കടപ്പുറത്ത് ചോര വിളിച്ചരുത്. ഞാൻ നിന്റെ കാല് പിടിക്കാം. പിരിച്ചല്ലോടാ നമ്മളെ അമിത. കൊല്ലിച്ചവന്റെ വീട്ടിൽ നിന്ന് കൊലച്ചോറുണ്ട് നടാ.
അപ്പോ നമുക്കിവരെ അങ്ങ് പറഞ്ഞു വിട്ടേക്കല്ലേ മാർത്താണ്ട? ഇങ്ങനെ ഒരു അറസ്റ്റേ നടന്നിട്ടില്ല. FIR രജിസ്റ്റർ ചെയ്യാത്ത കേസ് എന്ത് കേസാ മാർത്താണ്ട? സാറിന് മുമ്പിരുന്ന സർക്കിള് ആ സർക്കിളല്ലോ ഈ സർക്കിൾ വേറെ, ആ സർക്കിൾ വേറെ. എങ്കിൽ പിന്നെ നമുക്ക് എവര് പറഞ്ഞ അമീർ അലിയും പ്രഭുവിനെ അങ്ങ് പൊക്കിയാലോ? അല്ല, മതസൗഹാർദ്ദ കമ്മിറ്റിയിലും കലാപത്തിലും അവർ ഉണ്ടെന്നല്ലേ അവർ പറയുന്നത്? ഇത്രയേറെ കുടിലുകൾ തീവച്ച് നശിപ്പിക്കാനും 8 എണ്ണത്തിന് ചുറ്റും വെട്ടിയും കൊല്ലാനും അവർക്ക് എന്ത് കാര്യം മാർത്തണ്ട? നിങ്ങൾ പോയിക്കോളൂ. സാർ സാർ, ഈ അമീർ അലി ഒരു സ്ഥിരം ക്രിമിനലാ. കോളിളക്കം സൃഷ്ടിച്ച കോസ്റ്റ് ഗാർഡ് ഇൻസ്പെക്ടർ രാജശേഖർ നായർ കൊലക്കേസിലെ മുഖ്യ പ്രതിയാ. ഓഹോ, അപ്പൊ എക്സ്പീരിയൻസ്ഡ് ഹാൻഡ് ആണല്ലേ? പക്ഷെ പറഞ്ഞിട്ടെന്താ, പുല്ലുപോലെ ഊരി പോന്നില്ലേ? അതാ അവന്റെ മിടുക്ക്. അവന്റെ മിടുക്കോ അതോ കേസ് വായിച്ച വക്കീലിന്റെ മിടുക്കോ? ഏതൊരു സ്ത്രീയല്ലേ? അശ്വതി മേനോൻ. യെസ്, അഡ്വക്കേറ്റ് അശ്വതി മേനോൻ. ഭാസ്കര, എന്തൊരു ഇരിപ്പായത്. കഴിക്കേ. കഴിക്കേ. എന്റെ മോൻ എവിടെ? ഭാസ്കരൻ എന്നെ പോലീസ് വിട്ടു, എല്ലാവരും വിട്ടു. മോനെ മോനെ ഞാൻ എന്റെ മോനെ കൊണ്ടുപോട്ടെ. എനിക്ക് ആരില്ല, എന്നെ കൂടെ കൊണ്ടുപോകോ? എന്റെ കാരണ സാറാ നിൽക്കുന്ന മോൻ, എന്റെ ഹമീദിന്റെ മോൻ. അവനെ കൂടെ കൊണ്ടുപോയി എന്റെ മോനോടൊപ്പം പോറ്റണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷെ വയ്യ, അതിന്റെ പേരിൽ ശവങ്ങളോട് വീഴുന്ന കാണാൻ എനിക്ക് വയ്യ. ദൈവ സാറ് ദൈവ മറക്കില്ല ഒരിക്കലും. എന്റെ ഊഹം തെറ്റിയല്ലോടോ? പക്ഷെ എന്റെ ഊഹം കറക്റ്റാ. പത്രത്തിൽ പടം ഉണ്ടായില്ലെങ്കിലും വാർത്ത വായിച്ചപ്പോ ഞാൻ ഊഹിച്ചു ആ അമർനാഥ് ഈ അമർനാഥ് തന്നെ ആയിരിക്കുമെന്ന്. പക്ഷേ വക്കീൽ കുപ്പായം അഴിച്ചു വെച്ച് സാമൂഹ്യ സേവനത്തിനുണ്ടെങ്കിൽ അഡ്വക്കേറ്റ് അശ്വതി മേനോൻ എന്റെ കൂടെ പഠിച്ച അശ്വതി കുട്ടിയാണെന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ഞാനിപ്പോ കുടിച്ചാ അശ്വതിക്ക് ഒന്നൊരു ഭാരാവോ? ഉമ്മയും ബാപ്പയും ഇല്ലാത്ത കുട്ടിയല്ലേ, ആരും അവകാശം പറഞ്ഞു വന്നില്ലെങ്കിൽ എനിക്കൊരു കൂട്ടാവുകയുള്ളൂ. ആ കൂട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തു. ആഭ്യന്തരമന്ത്രി അബ്ദുൾ റഹീമായിട്ട് ഇപ്പൊ എങ്ങനെയാ? അല്ല, ഈ ലോകം മുഴുവൻ എതിർത്താലും ഒരുമിച്ച് ജീവിക്കുമെന്ന് വെല്ലുവിളിച്ചവരല്ലേ നിങ്ങൾ? മന്ത്രിയായപ്പോ അങ്ങനെ കാലം മാറിക്കളഞ്ഞല്ലേ? സോറി, ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടിയപ്പോ അറിയാനുള്ള ജിജ്ഞാസ കൊണ്ട് ചോദിച്ചതാണ്. സോറി. പറ്റേ? എക്സ്ക്യൂസ് മീ, താനൊരു ആമിർ അലി അറിയും? കോസ്റ്റ് ഗാർഡ് ഇൻസ്പെക്ടർ രാജശേഖരൻ നായർ കൊലക്കേസിലെ പ്രതി. ആ കേസ് വാദിച്ച താനല്ലേ? അതിനവനെ സഹായിക്കാൻ ആരൊക്കെയാണ് അവന്റെ പുറകിലുണ്ടായിരുന്നത്? ഐ മീൻ പൊളിറ്റിക്കലായോ മതപരമായോ? പൂമനം കലാപത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രതിയാണ് അവൻ. എന്നിട്ടും പോലീസിന്റെ FIR അവന്റെ പേരില്ല. ഐ മീൻ ആരോ തടഞ്ഞിട്ടുണ്ട്. ഞാൻ കണ്ടുപിടിച്ചോളാം.